Good morning. Good morning to all. Morning. Okay. Accommodating the patients, transfer of patients, yes. Level 0, level 1, level 2, level 3, okay. Yes. The accompanying person should be aptly trained, competent, and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management, and critical care. If the physician is not available to shift unstable patients, then the provision of contacting the physician concerned by the transport tram should certainly be ready for services. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഓരോ ക്രിട്ടിക്കൽ സ്റ്റേജസ് നമ്മൾ പറഞ്ഞല്ലേ, ലെവൽസ് 1, ലെവൽ 2 എന്ന് പറഞ്ഞ് 4 സ്റ്റേജസിലാണ് അല്ലെ. അപ്പൊ ഈ 4 സ്റ്റേജസിൽ എന്താണ് അക്കമ്പനി അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ പ്രൊഫഷണൽസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച പ്രൊഫഷണൽസ് മാത്രമായിരിക്കും അസിസ്റ്റ് ചെയ്യേണ്ടത്, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യേണ്ടത്. Competent and experienced staff preferably should have done training in patient transfer and should have enough training. അതായത് എല്ലാ രീതിയിലും ഏതൊക്കെ ക്രിട്ടിക്കൽ സ്റ്റേജസിലാണ് പേഷ്യന്റിനെ മാറ്റേണ്ടത്, ആ സിറ്റുവേഷൻസ് ബേസ്ഡ് ആയിട്ട് അത് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കഴിയുന്ന പരിശീലനം ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം ഉണ്ടാകേണ്ടത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ട്രെയിനിങ് ഇൻ അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അല്ലെ. അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ആ ഡെഫിബ്രിലേറ്ററൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബൊക്കെ കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനം ലഭിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ എയർവേ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസിനെ ഏതൊക്കെ രീതിയിലാണോ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണോ സേവ് ചെയ്യേണ്ടത് അല്ലെ, അപ്പൊ അതിനുള്ള കൃത്യമായ പരിശീലനങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രെഡിക്റ്റബിൾ അൺപ്രെഡിക്റ്റബിൾ ആണ് അല്ലെ, എന്ത് വേണമെങ്കിലും പേഷ്യൻസിന് സംഭവിക്കും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കെൽപ്പുള്ള പ്രൊഫഷൻസ് തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇനി if the physician is not available, ഈ ഫിസിഷ്യൻ ഇല്ലാത്ത സമയത്താണെങ്കിലോ, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസ് അല്ലെ, അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ കൂടി എങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത്? The provision of contacting the physician concerned by the transport tram. യെസ്, ഒട്ടും ഓക്കെ അല്ലാത്ത പേഷ്യൻസ് ആണ് അൺസ്റ്റേബിൾ പേഷ്യൻസ്. അത് ഫിസിഷ്യൻ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്? Physician concerned by the transport tram should clearly be ready for services.
അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് ഫിസിഷ്യൻ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് റാം ഉപയോഗിക്കണമെന്നാണ്. ട്രാൻസ്പോർട്ട് റാം എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണ് അല്ലെ. അത് ഫിസിഷ്യന്റെ കൺസേണിനോട് കൂടിയിട്ട് എക്യുപ്പഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് ട്രാൻസ്പോർട്ട് റാം എന്ന് പറയുന്നത്. അത് ഫിസിഷ്യന്റെ കൺസേണിനോട് കൂടി മാത്രമേ ആ ഒരു സർവീസിലേക്ക് പേഷ്യന്റിനെ നമുക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഫിസിഷ്യൻ ഇല്ലാത്ത സമയത്ത് അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്ത് ഫിസിഷ്യന്റെ കൺസേണോട് കൂടി തന്നെ ട്രാൻസ്ഫോം ട്രാം സർവീസസിലൂടെയാണ് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള വെഹിക്കിൾ ആണ് എന്താ ട്രാൻസ്പോർട്ട് റാം എന്ന് പറയുന്നത്. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനേക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സർവീസസ് ആണ് എന്ത് ട്രാൻസ്പോർട്ട് റാം നൽകുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം എന്താണ് ഫിസിഷ്യൻ ആ പാരഗ്രാഫാണോ പറയേണ്ടത്? നമ്മൾ പറഞ്ഞ ഏതൊക്കെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച പ്രത്യേക സ്റ്റാഫുകളെ ആയിരിക്കണം നമ്മൾ നിയമിക്കേണ്ടത് അല്ലെ. ഓക്കെ, അത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നിയർബൈ മാനേജ് ചെയ്യുന്നതിനും ക്രിട്ടിക്കൽ കെയർ മാനേജ് ചെയ്യുന്നതിനും കെൽപ്പുള്ള അസിസ്റ്റേഴ്സിന് തന്നെ ആയിരിക്കണം. കൃത്യമായ രീതിയിൽ പരിശീലനം കൊടുത്ത വ്യക്തികളായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ കൂടെ ഉണ്ടാകേണ്ടത്. ഇഫ് ദ ഫിസിഷ്യൻ ഈസ് നോട്ട് അവൈലബിൾ, ഫിസിഷ്യൻ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ അൺസ്റ്റേബിൾ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ഫിസിഷ്യന്റെ കൺസേണോട് കൂടി അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടി തന്നെ എന്താണ് ഒരു ട്രാൻസ്പോർട്ട് റാം ഫെസിലിറ്റീസ് ഉപയോഗിക്കണം. ട്രാൻസ്പോർട്ട് റാം എന്തിനു വേണ്ടിയിട്ടാണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു വെഹിക്കിൾ ആണ്, ഒരു വാഹനമാണ് இந்த ട്രാൻസ്പോർട്ട് റാം എന്ന് പറയുന്നത്. അതിന്റെ ഒരു സർവീസസ് ആ ഒരു സമയത്ത് ആവശ്യമായി വരുന്നു. ആരുടെ അഭാവത്തില്? ഫിസിഷ്യൻ ഇല്ലാത്ത സമയത്ത്, ഡോക്ടേഴ്സ് ആരും ഇല്ലാത്തൊരു സമയത്താണ് അത്തരത്തിലൊരു ട്രാൻസ്പോർട്ട് റാമിന്റെ സർവീസസ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് റാം എന്നത് അണ്ടർലൈൻ ചെയ്യാട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മോഡ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞു, എയർ ട്രാൻസ്പോർട്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, ദെൻ അക്കമ്പനിങ് ദ പേഷ്യന്റ്. പിന്നെ എന്തൊക്കെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്? എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഉപകരണങ്ങളും എന്തെല്ലാം ഡ്രഗ്സും എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? ഓക്കെ, a proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with level 1, 2 and 3 critical care needs. Transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and re-resuscitation. A proper inspection with the provision of all life-saving drugs. ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, ഏത് കാറ്റഗറിയിലുള്ള പേഷ്യൻസ്? ലെവൽ 1 ഉം 2 ഉം 3 കാറ്റഗറി നിങ്ങൾക്ക് അറിയാം അല്ലെ. ആ കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് ആംബുലൻസ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എല്ലാ ഡ്രഗ്സും എല്ലാ മരുന്നുകളും അതുപോലെ തന്നെ ഡിവൈസസുകളും എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ആ ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് എയർവേ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും കറക്റ്റ് ആയിട്ട് ഓക്സിജനേഷനും വെന്റിലേഷനും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഹീമോഡൈനാമിക് മോണിറ്ററിങ്. ഹീമോഡൈനാമിക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ബ്ലഡ് ഫ്ലോ. It is a study of blood flow and its behavior in blood vessels. Okay. Blood flow check ചെയ്യുന്നതാണ് എന്താ ഹീമോഡൈനാമിക് മോണിറ്ററിങ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആംബുലൻസിൽ എല്ലാത്തരം ഡിവൈസസും എക്യുപ്മെന്റ്സുകളും തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഏതൊക്കെ ലൈഫ് സേവിംഗ് ഡ്രഗ്സുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? All the inspection needs to be confirmed before the beginning of transfer together with the starting of infusion drugs. അല്ലെ, ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കണം. ഇൻഫ്യൂഷൻ എന്താണ്? ഫ്ലൂയിഡ്സുകൾ, ആന്റിബയോട്ടിക്സുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. Drugs required for patient transfer involve
muscle relaxants, sedatives, analgesics, inotropes, and resuscitation drugs. ഏതൊക്കെ പ്രധാനപ്പെട്ട ഡ്രഗുകളാണ് ആവശ്യമായി വരേണ്ടത്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ്? മസിൽ റിലാക്സൻസ് അല്ലെ, മസിൽ റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മസിൽ റിലാക്സൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? മസിൽ റിലാക്സൻസ് മരുന്നാണ്. 2 എക്സാമ്പിൾ അവിടെ നിന്ന് നോട്ട് ചെയ്തോളൂ. കാരിസോപ്രോഡൽ, ഒന്നാമത്തേത് കാരിസോപ്രോഡൽ, മസിൽ റിലാക്സന്റ് ഡ്രഗ് ആണ് കേട്ടോ. കാരിസോപ്രോഡൽ, CARISOPROTAL, കാരിസോപ്രോഡൽ, CARISOPROTAL, കാരിസോപ്രോഡൽ. നെക്സ്റ്റ് ഡ്രഗ് ആണ് മെറ്റാക്സിലോൺ. മെറ്റാക്സിലോൺ, METAXALONE, മെറ്റാക്സലോൺ. മെറ്റാക്സലോൺ, METAXALONE, മെറ്റാക്സലോൺ. ഇതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇപ്പോ മസിൽ റിലാക്സൻസ് ആണ് ഈ കാരിസോപ്രോഡൽ ആൻഡ് മെക്സാട്രിലോൺ. അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് തന്നെ കൂടെ എന്താണ് ആ ഡ്രഗ്സുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. യെസ് ജൂബി. നെക്സ്റ്റ് സെഡേറ്റീവ്സ്, ഉറക്ക മരുന്നുകൾ അല്ലെ, സെഡേറ്റീവ്സ് ഉണ്ടായിരിക്കണം. അനൽജസിക്സ്, എന്താണ് അനൽജലിക്സ് എന്ന് പറയുന്നത്? പെയിൻ കില്ലേഴ്സ് ആണ് കേട്ടോ. അനൽജലിക്സ് എന്താണ്? പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അനൽജസിക്സ് എന്താണ്? പെയിൻ കില്ലേഴ്സ്. Painkillers. Then inotropes and resuscitation drugs. Inotropes എന്തിനാണ്? ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഇത് ഇനോട്രോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹാർട്ടിൽ ഉണ്ടാവുന്ന കൺട്രാക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനോട്രോപ്സ് എന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഹാർട്ട്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസിന് വേണ്ടിയിട്ടാണ് ഇനോട്രോപ്സ് ഉപയോഗിക്കുന്നത്. ദെൻ റീസസിക്കേഷൻ ഡ്രഗ്സുകൾ. ഇത്തരം ഡ്രഗ്സുകളായിരിക്കും ഇത്തരം മരുന്നുകളായിരിക്കും പ്രധാനമായിട്ടും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആംബുലൻസിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ്? മസിൽ റിലാക്സൻസുകള്, സെഡേറ്റീവ് ഡ്രഗ്സുകള്, അനൽജസിക്സ് ഡ്രഗ്സ്, ഇനോട്രോപ്സ് ആൻഡ് റിസസിക്കേഷൻ ഡ്രഗ്സുകൾ. അണ്ടർലൈൻ ചെയ്യാട്ടോ. The person responsible to patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to prepare in pre-filled syringes before the transfer. സെഡേറ്റീവ് എന്ന് പറയുന്നത് ഉറക്ക മരുന്നുകള്, സെഡേഷൻ കൊടുക്കുന്ന മരുന്നുകള്. എന്താണ് ഇത്തരം മരുന്നുകൾ? എന്താണ്? എമർജൻസി ഡ്രഗ്സുകളാണ് അല്ലെ. എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ട് വരുമ്പോൾ ഉള്ള ഡ്രഗ്സുകളാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം ഡ്രഗ്സുകൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? These drugs may needed to prepared in pre-filled syringes before the transfer. എന്താണ്? ഈ എമർജൻസി മരുന്നുകളെ ശരിയായിട്ട് എന്താണ് പ്രീഫിൽഡ് സിറിഞ്ചുകളിലേക്ക് അല്ലെ, അതായത് മുൻകൂട്ടി എന്താണ് തയ്യാറാക്കിയിരിക്കുന്ന സിറിഞ്ചുകളിലേക്ക് കൃത്യമായിട്ട് എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാ ഡ്രഗ്സിലും, എല്ലാ എമർജൻസി ഡ്രഗ്സുകളും. എന്താണ് ഐശ്വര്യ ചോദിച്ചത്? കണ്ടില്ല, മെസ്സേജ് കണ്ടില്ല.
ഒരു മിനിറ്റ്. ഓക്കെ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ പറഞ്ഞോളൂ. എന്താണ് ഐശ്വര്യ ചോദിച്ചത്? റീസസിക്കേഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് കാർഡിയാക്കിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകള്, ഹൃദയസ്പന്ദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സുകള് കേട്ടോ. ഓക്കെ. ഹീമോഡൈനാമിക് എന്ന് പറഞ്ഞല്ലോ, എന്താണ്? ബ്ലഡ് ഫ്ലോ ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ ഇൻ ദ ബ്ലഡ് വെസൽസ്. blood flow and that behavior in the blood vessels. രക്തത്തിന്റെ ഫ്ലോ ആണ് എന്താ ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആണ്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യില്ല നമ്മുടെ BP ഇത് തന്നെ കേട്ടോ. ഓക്കെ യെസ്, ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? പ്രീഫിൽഡ് സിറിഞ്ചസിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. പ്രീഫിൽഡ് സിറിഞ്ചിലെല്ലാം തന്നെ എന്താണ് അത് നിറച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് എമർജൻസി ഡ്രഗ്സ് എന്ന് പറയുന്നത്? മസിൽ റിലാക്സിംഗ് ഡ്രഗ്സുകള്, സെഡേറ്റീവ് ഡ്രഗ്സുകള്, അനൽജസിക് ഡ്രഗ്സുകള്, ഇനോട്രോപ്സ് ആൻഡ് റെസിസിക്കേഷൻ ഡ്രഗ്സുകൾ. റെസിസിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ, കാർഡിയാക് അറ്റാക്ക് സംഭവിച്ച പേഷ്യൻസിനുള്ള ഡ്രഗ്സുകൾ. ഓക്കെ, പേരുകളൊന്നും നോട്ട് ചെയ്തിട്ടുള്ള അതെന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ എന്താണ്? എമർജൻസി ഡ്രഗ് ആണ് അല്ലെ. എമർജൻസി ഡ്രഗ്സുകളാണിത്. പ്രീഫിൽഡ് സിറിഞ്ചുകളിലെല്ലാം തന്നെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഏത് സമയത്ത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അത് സെക്കൻഡ് or the inspection need to be confirmed before beginning of the transfer together with starting of infusion drugs. Infusion drugs ഉണ്ടായിരിക്കേണ്ടതാണ്. ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഫ്ലൂയിഡുകൾ, ആന്റിബയോട്ടിക്സുകൾ അല്ലെ, അതെല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. അല്ലാതെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള എമർജൻസി ഡ്രഗ്സുകൾ ഉൾപ്പെടുന്നവയാണ് എന്തൊക്കെ? മസിൽ റിലാക്സന്റ് ഡ്രഗ്സുകള്, സെഡേറ്റീവ് ഡ്രഗ്സുകൾ, ഉറക്കമരുന്നുകള്, അനൽജസിക്സ് മരുന്നുകൾ, അതായത് പെയിൻ കില്ലേഴ്സുകള്, ഇനോട്രോപ്പേഴ്സ് അതായത് ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകള്. ദെൻ റീസസിക്കേഷൻ ഡ്രഗ്സ്, കാർഡിയാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഡ്രഗ്സുകളും എന്താണ്? എമർജൻസി ഡ്രഗ്സുകളിൽ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ്. ഇതെല്ലാം തന്നെ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സിറിഞ്ചിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ ആണോ? സെക്കൻഡ് പാരഗ്രാഫ്, സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? Next, the minimal standard of inspection suggested for the patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. The non-invasive blood pressure may not be affected by the motion artifacts, so it may be cautious to use invasive blood pressure inspection in selected subset of patients. എന്താണ്? the minimal standard of inspection. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് ആണ് നടത്തേണ്ടത്? ഇലക്ട്രോകാർഡിയം ഇൻസ്പെക്ഷൻ, എന്താണ്? ECG അല്ലെ, പേഷ്യന്റിന്റെ ECG ചെക്ക് ചെയ്തിരിക്കണം. എന്താണ് ഇലക്ട്രോകാർഡിയം എന്ന് പറഞ്ഞത്? ഇലക്ട്രോകാർഡിയം എന്താണ്? ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഹാർട്ടിന്റെ ലെവല് ചെക്ക് ചെയ്യുന്നത് അല്ലെ. is a continuous record of the heart electrical activity. is a continuous record of ECG എന്ന് പറഞ്ഞ എന്താണ്?
is a continuous record of the heart's electrical activity over an extended period of time. Over an extended period of time. ECG is a continuous recording of the heart's ECG is a continuous recording of the heart's electrical activity over an extended period of time. എന്താണ് ECG എന്താണെന്ന് അറിയാലോ? ECG എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഹാർട്ട് റേറ്റിൽ അല്ലെ, ഹാർട്ട്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ECG ഉപയോഗിക്കുന്നത്. ECG is a continuous recording of the hearts. ECG is a continuous recording of the hearts electrical activity over an extended period of time. Over an extended period of time. Over an extended period of time. Okay, ECG എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മള് ഹാർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ഡിവൈസ് ആണ് എന്ത് ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്പെക്ഷൻ അല്ലെ, ആ ഇലക്ട്രോകാർഡിയോഗ്രാം കൃത്യമായിട്ട് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തിൽ എന്താണ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത്. അത് പ്രീ ട്രാൻസ്ഫർ അത് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. പേഷ്യന്റിന്റെ വേരിയേഷൻസ്, ഹാർട്ട് വേരിയേഷൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. എന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ? നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ BP അല്ലേ? യെസ്, BP 99 നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ BP അല്ലെ. BP ചെക്ക് ചെയ്യുക, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം. ദെൻ ഓക്സിജൻ സാച്ചുറേഷൻ ഓക്സിജൻ ലെവല് ചെക്ക് ചെയ്യുക. ദെൻ ടെമ്പറേച്ചർ അല്ലെ, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങള് എന്താണ് ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. ഇനി നമ്മളെ ബ്ലഡ് പ്രഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വന്നാല് the non-invasive blood pressure may not be notably affected by the motion artifacts. So it may be cautious to use invasive blood pressure inspection in selected subset of patients. The non-invasive blood pressure may be notably affected by the motion artifacts. എന്താണ് motion artifacts? മോഷൻ ആർട്ടിഫാക്ട്സ് എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മോഷൻ ആർട്ടിഫാക്ട്സ് അതായത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ പേഷ്യൻസിന്റെ ചലനം മൂലം അല്ലെ, നോൺ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ ചലനത്തിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്തരത്തില് എന്താണ് പേഷ്യന്റിന്റെ ചലനം മൂലം എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങള് ആ ബ്ലഡ് പ്രഷറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ ബ്ലഡ് പ്രഷർ ഇടയ്ക്കിടയ്ക്ക്, രക്തസമ്മർദ്ദം ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെക്ക് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? The non-invasive blood pressure may be notably affected by the motion artifacts. അതായത് ഏതെങ്കിലും തരത്തില് പേഷ്യന്റിന്റെ ബോഡിയിൽ ചലനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ബ്ലഡ് പ്രഷറിലെ വേരിയേഷൻസ് സംഭവിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് CT MRI അതൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് കാണിച്ചിരിക്കാം. അപ്പോ ആ CT ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുതലുള്ള പേഷ്യൻസിനാണെങ്കിൽ ആ ഒരു ഇമാജസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്താണ് അതൊരു വേറൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണം. അവരുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിന്റെ കാര്യമാണ് കേട്ടോ. ഇതിവിടെ കൊടുത്തിട്ടില്ല അങ്ങനെ.
നമ്മള് PCG അല്ലാതെ CTA എടുക്കുന്ന സമയത്ത് നമ്മളോട് അനങ്ങാതെ കിടക്കാൻ പറയാറില്ലേ? എന്തുകൊണ്ടാണ്? കൈ അനക്കരുത് എക്സ്റേ എടുക്കുന്ന സമയത്തൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? യെസ്, റിസൾട്ടിൽ വേരിയേഷൻസ് ഉണ്ടാവും. നമ്മളുടെ മൂവ്മെന്റ്സിനനുസരിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ്. അപ്പൊ നമുക്ക് ഇല്ലാത്ത ചിലപ്പോ അതിൽ കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടൊരു ഇമാജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് അനങ്ങാതെ കിടക്കാനൊക്കെ പറയുന്നത്. ഓക്കെ ഓക്കെ മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻസ്. ഏതൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്? ഇലക്ട്രോകാർഡിയൽ ഇൻസ്പെക്ഷൻ, അല്ലെ ECG ചെക്ക് ചെയ്തിരിക്കണം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ BP ചെക്ക് ചെയ്യണം. അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ? എന്താണ് അഫക്റ്റഡ് ബൈ ദ മോഷൻ ആർട്ടിഫാക്ട്സ്. പേഷ്യന്റ് ചലനം മൂലം എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഇമാജസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വേരിയേഷൻസ് കാണിച്ചിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് സോ ഇറ്റ്സ് മേ ബി കോഷ്യസ് ടു ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഈ സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്. അത്തരത്തിലുള്ള പേഷ്യൻസിന്റെ രക്തസമ്മർദ്ദം എന്താണ് പ്രത്യേക രീതിയിൽ തന്നെ എപ്പോഴും തന്നെ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ then all the inspection equipment should be secured accurately as they should be placed at below the level of the patient for the unriveted inspection. Uniriveted inspection. The electrical device must be functional on battery power with the provision of extra batteries during transfer. എന്താണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റെന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ എക്യുപ്മെന്റ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ എല്ലാവരും സെക്യൂർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സും ഡിവൈസസുകളും എന്താണ് പേഷ്യന്റിന്റെ അടുത്ത് തന്നെ, പേഷ്യന്റിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട്, അതായത് ദൂരമൊന്നും അല്ലാതെ പേഷ്യന്റിന്റെ ആവശ്യം ക്രിട്ടിക്കൽ സ്റ്റേറ്റസ് വരുന്ന സമയത്ത് എക്യുപ്മെന്റ്സിൽ എത്രയും പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ബിലോ തന്നെ എന്താണ് ഇതെല്ലാം തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ എന്താണ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ബാറ്ററീസ് ഒക്കെ ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം. എന്തെങ്കിലും തരത്തില് ഫുള്ള് ബാറ്ററിയിൽ എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തതിന് മാത്രമേ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള കൃത്യമായ ചെക്കിങ് ഉണ്ടായിരിക്കണം. ബാറ്ററി പവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ തകരാറുകളുണ്ടോ അതൊക്കെ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് വേണം അതെല്ലാം തന്നെ കണക്ട് ചെയ്യാനായിട്ട്. Then patients on ventilator must be shifted on portable transport ventilators. Portable transport ventilators with the provision of display of alarm associated with the tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. ഇനി പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ, പേഷ്യൻസ് വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് അല്ലെ അവരെ പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. പോർട്ടബിൾ വെന്റിലേറ്റർ എന്താണ്? പോർട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെന്റിലേറ്റേഴ്സ് എന്താണ്? ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ എന്ന് പറയുന്ന പേരാണ് ഇത് പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ് എന്നുള്ളത്. എന്ന് വെച്ചാൽ മൂവബിൾ ആണ് അല്ലെ. അത് പോയിക്കൊണ്ടിരിക്കുന്നത് മൂവ് ചെയ്യുന്ന സമയത്താണ് എന്താ പോർട്ടബിൾ വെന്റിലേറ്ററുകൾ ആവശ്യമായി വരുന്നത്. ഓക്കെ, അത് വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട്. അപ്പോ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഡിസ്പ്ലേ അലാറം അസോസിയേറ്റഡ് വിത്ത് ഇനി അത്തരത്തിലുള്ള വെന്റിലേറ്റേഴ്സിന്റെ കൂടെ തന്നെ എന്താണ് ഒരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് മോണിറ്റർ ചെയ്യുന്നതിനുള്ള. ഏതൊക്കെ കാര്യങ്ങളാണ്? ടൈഡൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം? നമ്മളെ പേഷ്യന്റ് ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബ്രീത്തിന്റെ ആ ഒരു കാൽക്കുലേഷൻ ആണ് ഇത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്.
അതൊന്ന് നോട്ട് ചെയ്തോളൂ. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഡൽ വോളിയം ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ്. ടൈഡൽ വോളിയം ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് inhaled and exhaled with each breath. Tidal volume is the volume of gas, the volume of gas inhaled and exhaled with each breath. Tidal volume is the volume of gas inhaled and exhaled with each breath. ഓരോ ബ്രെത്ത് ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ആ ഒരു വോളിയം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈഡൽ വോളിയം അലവൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശ്വാസോച്ഛ്വാസത്തിന്റെ ആ ഒരു വോളിയം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Then airway pressure. Airway pressure. Airway pressure എന്താണ്? നമ്മുടെ എയർവേ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയർവേ അതൊരു പാരാമീറ്റർ ആണ്. എന്താണ്? യെസ്, എയർവേ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണത്. ദെൻ ഡിവൈസ് അല്ല, എയർ പ്രഷർ ചെക്ക് ചെയ്യുന്നത് അല്ലെ, നമ്മളുടെ BP ചെക്ക് ചെയ്യുന്നു. ദെൻ അതിൽ തന്നെ അതുപോലെ തന്നെ എന്താണ്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് ഇത് റേഷ്യോ ആണ്. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്താണ്? എന്ത് ഇൻസ്പയർ ചെയ്യുന്ന എക്സ്പയർ ചെയ്യുന്നുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ബ്രീത്തിങ്ങിന്റെ റേഷ്യോ അല്ലെ, അതായത് ഇത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇത്ര സമയം ശ്വാസോച്ഛ്വാസം നടക്കുന്ന ആ ഒരു റേഷ്യോ അല്ലെ, ബ്രീത്തിങ് റേഷ്യോ ആണ് എന്ത്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. അതില് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് എന്ത്? നോർമൽ ആയിട്ടുള്ള റേഷ്യോ 1:2 ആണ്. നോർമൽ ആയിട്ടുള്ള ഇൻസ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 1:2. യെസ്, 2 സെക്കൻഡിന് താഴെ ആയാലും ഓക്കെ ആയാലും. നോർമൽ ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ദെൻ അതുപോലെ ഹൈ ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1:3, 1:4 ഒക്കെയാണ് എന്ത്? ഹൈ ആയിട്ടുള്ള ബ്രീത്തിങ് റേഷ്യോ എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ളത് 1:2-ഉം ഹൈ ആയിട്ട് വരുന്നത് ഏതാണ്? 1:3-ഉം 1:4-ഉം ആണ് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസിന്റെ കണക്കാക്കുന്നത്. Ratio of the time spent breathing. Ratio of the time spent breathing. Ratio of the time spent breathing into time spent breathing out. എത്ര സമയം ശ്വാസോച്ഛ്വാസം നിലനിൽക്കുന്നു, എത്ര സമയത്ത് വിടുന്നു, എത്ര സമയത്ത് ഉള്ളിലേക്ക് എടുക്കുന്നു, എത്ര സമയത്ത് പുറത്തേക്ക് വിടുന്നു, ആ ഒരു റേഷ്യോ ആണ് എന്ത്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഇൻടു ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ് ഔട്ട്. Ratio of the time spent breathing into the time spent breathing out. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതിനുള്ള റേഷ്യോസ്. ഇത് കൃത്യമായി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ്. അത് ഓക്കെ. റേഷ്യോ ഓഫ് ദ ടൈം സ്പെൻഡ് ബ്രീത്തിങ്. Ratio of the time spent breathing into the time spent breathing out. Into the time spent breathing out. Ratio of the time spent breathing into the time spent breathing out.
നോർമൽ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ഹൈ റേഷ്യോസ് എന്ന് പറയുന്നത് എന്താണ് 1:3 1:4 ഒക്കെയാണ് ഹൈ ആയിട്ടുള്ള ഒരു റേഷ്യോ. ഓക്കെ, ബ്രീത്തിങ് ശ്വാസോച്ഛ്വാസം കൂടുന്നതിനനുസരിച്ച് എന്താണ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിന്റെ റേഷ്യോ കണക്കാക്കപ്പെടുന്നത്. Then inspired oxygen fraction and respiratory rate. റിയൽ ഓക്സിജൻ ലെവല്, അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ ഫ്രാക്ഷൻസ്, അതുപോലെ തന്നെ പിന്നെ എന്താണ് റെസിപ്പിറേറ്ററി റേറ്റ്, ശ്വസനനാളത്തിന്റെ ആ ഒരു റേറ്റ്, ഹാർട്ട് ബീറ്റ്സിന്റെ ആ ഒരു റേറ്റ്, അത്തരം കാര്യങ്ങളായിരിക്കണം ഒരു പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഷ്യൻസിനെ വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കേണ്ടത്? ഡിസ്പ്ലേ ഓഫ് അലാറം അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ മാർട്ടിൻ? എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? റേഞ്ച് ഉള്ളോടത്തിരിക്കട്ടോ. ടൈഡൽ വോളിയം ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ്, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻസ് ആൻഡ് റെസിപ്പിറേറ്ററി റേറ്റ്സുകൾ, ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ അല്ലെ, വെന്റിലേറ്ററിലേക്ക് അല്ലെങ്കിൽ പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ടൈഡൽ വോളിയം എന്താണ്? ആ പേഷ്യന്റ് ഇൻഹേൽ ചെയ്യുമ്പോൾ എക്സേൽ ഉണ്ടാവുന്ന ആ ഒരു ഗ്യാസിന്റെ ആ ഒരു വോളിയം ആണെന്ത്, ശ്വാസോച്ഛ്വാസത്തിന്റെ വോളിയം ആണെന്ത് ടൈഡൽ വോളിയം ആയിട്ട് കണക്കാക്കുന്നത്. എയർവേ പ്രഷർസ്, BP, അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ്, അതായത് ബ്രീത്തിങ് ടൈമും ബ്രീത്തിങ് ഔട്ടുള്ള ആ ഒരു ടൈം, ആ ഒരു കാൽക്കുലേഷൻസ് അത് ഹൈ നോർമൽ ആയിട്ട് 1:2 ഹൈ ആയിട്ട് 1:3 1:4 ആണ്. ദെൻ ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻസ്, അതുപോലെ തന്നെ എന്താണ് റെസിപ്പിറേറ്ററി റേറ്റ്സ്. ഇത്തരം കാര്യങ്ങൾ ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിലെ പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് മോണിറ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി സ്പെഷ്യൽ കൺസിഡറേഷൻ. If the patient require an ambulance to take him to another facility, make arrangements for transportation with the Social Services Administration. Make sure that necessary equipment is gathered to provide care in the course of transport. ഇനി ആർക്കൊക്കെയാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്? The patient requires an ambulance to take him another facility, make arrangements for transportation with the social services. എന്താണ് രോഗിയെ മറ്റൊരു സൗകര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ, ആംബുലൻസ് ആവശ്യമായി, കൂടുതൽ ഫെസിലിറ്റീസ് ആംബുലൻസിൽ ആവശ്യമായി വരികയാണെങ്കിൽ എന്താണ് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ സൗകര്യം നമ്മൾ ആവശ്യമായി വന്നേക്കാം. സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സേവനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ കീഴിലുള്ള ആംബുലൻസുകൾ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയി വന്നേക്കാം. അപ്പോ എന്താണ് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം തന്നെ അതില് ഉണ്ടായിരിക്കണം. Make sure that necessary equipment is gathered to provide care in the course of transport. ഏതുതരം സർവീസിൽ നിന്നാണെങ്കിൽ പോലും എന്താണ് എല്ലാത്തരം എക്യുപ്മെന്റ്സുകള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിലെല്ലാം തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. Okay, the patient require ambulance to take him another facility. പേഷ്യൻസിനെ അനദർ ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോ എന്താണ് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ആംബുലൻസുകളെ സ്വീകരിക്കേണ്ടി വന്നേക്കാം. അവരുടെ ഫെസിലിറ്റീസ് നമ്മൾക്ക് ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതിലുള്ള എല്ലാത്തരം ഉപകരണങ്ങളും അല്ലെ, എല്ലാ ഉപകരണങ്ങളും എന്താണ് നല്ല രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, then documentations. ഇനി പേഷ്യന്റ് കൊണ്ടുപോകുന്ന സമയത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് ആണ് കൂടെ ഉണ്ടാവേണ്ടത്? Authentication of patient transfer is most significant but often missed as a part of transfer. എന്താണ് authentication? എന്താ ആധികാരികത അല്ലെ, പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ അല്ലെ
ആ ഒരു ഒതന്റിക്കേഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതാണ് അല്ലെ. ഒന്നും തന്നെ എന്താണ് മിസ്സാകാനായിട്ട് പാടില്ല. പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ, ഡോക്യുമെന്റേഷൻസ് മിസ്സായി കഴിഞ്ഞാൽ അത് പേഷ്യന്റിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എത്തിച്ചേരുന്ന ഫെസിലിറ്റീസിൽ എന്താണ് ആ പേഷ്യന്റിന് ആ ഒരു ഡീറ്റെയിൽ ഇല്ലെങ്കിൽ അവർക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം, ഒന്നും മിസ്സാവാതെ തന്നെ ആയിരിക്കണം പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. സ്പെഷ്യൽ കൺസിഡറേഷൻ ഓഫ് ദ പേഷ്യന്റ് റിക്വയർസ് ആംബുലൻസ്, അതായത് പേഷ്യൻസിനെ അതർ ഫെസിലിറ്റീസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾക്ക് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ആവശ്യം വന്നേക്കാണ്. അതായത് സോഷ്യൽ സർവീസസ് എന്താണ്, സോഷ്യൽ സർവീസസ് ചെയ്യുന്ന ആംബുലൻസുകളിൽ സൗകര്യം ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാറുണ്ട്. സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉള്ള, അതായത് ഇപ്പോ എന്താ പറയാ ഈ VIPs ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ VIP അല്ല, ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിന്റെ കീഴിലുള്ളതോ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസുകൾ ഉണ്ടായിരിക്കും. അവർക്ക് സോഷ്യൽ സർവീസിന്റെ ഒരു എന്താണ് അവരുടെ ഒരു ഇതിലായിരിക്കാം അവർക്ക് ആ ഫെസിലിറ്റീസ് ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിനാണ് സ്പെഷ്യൽ കൺസിഡറേഷൻസ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ എന്താണ് എല്ലാ എക്യുപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം അങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആംബുലൻസിൽ എല്ലാ എക്യുപ്മെന്റ്സുകളും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ എല്ലാം ഉണ്ടെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, പ്രത്യേക പരിഗണന കൊടുക്കുന്ന കുറച്ച് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. Then authentication should always be obvious at all stages of transfer, since it was the only legal report that patient was transferred, so it is must consist of the patient, condition, reason to transfer, name and designation of referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment given. ഡോക്യുമെന്റേഷൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് പേഷ്യൻസിന്റെ അതിലൊരു ലീഗൽ ആയിട്ടൊരു റിപ്പോർട്ട് ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ലീഗൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഒരു ഏക നിയമനമായിട്ടുള്ള റിപ്പോർട്ടാണ് എന്ത് ഓൺലി ലീഗൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, പേഷ്യന്റിന്റെ കണ്ടീഷൻസ്, പേഷ്യന്റിന്റെ റീസൺ എന്തുകൊണ്ടാണ്, പേഷ്യന്റിന്റെ മറ്റേ ജനറൽ ആയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, പേര്, നെയിം, സെക്സ് എന്തൊക്കെയാണ്, ഏത് ഡോക്ടറാണ്, ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ്, ഏതൊക്കെ മെഡിസിൻസ് ആണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്, പ്രസന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു ഡോക്യുമെന്റേഷൻസിൽ ആ ഒരു ലീഗൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ, എവിടെയാണ് ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഏത് ഹോസ്പിറ്റലിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലീഗൽ റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. ഒരു ഡോക്യുമെന്റേഷൻ അത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണം, ഒരു റിപ്പോർട്ട്. ഓക്കെ, then a standardized testimony should be used and sustained both for intra and inter-hospital transfer. This legal purpose should be used for audit purpose for investigating the defects in the patient transfer. ഏതാണ് പറയേണ്ടത്, ഒതന്റിക്കേഷൻ ആണോ? എടോ പേഷ്യന്റിന് നമ്മള് ഒരു ലീഗൽ റിപ്പോർട്ട് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പേഷ്യന്റിന്റെ എല്ലാ കണ്ടീഷൻസും റീസൺസും എവിടെയാണ് എത്തിക്കേണ്ടത്, അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ക്ലിനിക്കിലേക്കാണ് എവിടേക്കാണ് ആളെ റെഫർ ചെയ്യുന്നത്, ഏതൊക്കെ ഡെസ്റ്റിനേഷനിലാണ് എത്തുന്നത്, പിന്നെ പേഷ്യന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ്, പിന്നെ ആളുടെ കണ്ടീഷൻ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് സൈൻ ബിഫോർ ദ ട്രാൻസ്ഫർ, പിന്നെ എന്താണ് സയൻസുകൾ ചെയ്തിരിക്കണം പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റേഴ്സിന്റെ എന്താണ് രേഖകൾ ഉണ്ടായിരിക്കണം, ഒപ്പുണ്ടായിരിക്കണം.
Then clinical events during the transfer and treatment giving. ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യന്റിന് നമ്മൾ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനാണ് ലീഗൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ എത്തിച്ചേരുന്ന ഫെസിലിറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്, ഒരു ലീഗൽ റിപ്പോർട്ടാണ് പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നത്. ഓക്കെ, പിന്നെന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി, അതായത് ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻട്രാ ട്രാൻസ്ഫർ ആയിക്കോട്ടെ ഇന്റർ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് പേഷ്യന്റിന് ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന് ഒരു സമ്മതപത്രം അല്ലെ, ടെസ്റ്റിമോണി, സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. These legal papers should be used for audit purpose, for investigating and defects in the patient transfer. എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സാക്ഷ്യപത്രം ആവശ്യമായി വന്നേക്കാം. പേഷ്യന്റിന്റെയും അതുപോലെ റിലേറ്റീവ്സിന്റെയും സമ്മതത്തോടു കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളൊരു സാക്ഷ്യപത്രം, ടെസ്റ്റിമോണി ഉണ്ടായിരിക്കും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സാക്ഷ്യപത്രം തയ്യാറാക്കുന്നത്? എന്തെങ്കിലും തരത്തിൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഏതെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഇവരുടെ സമ്മതത്താലാണ് നമ്മൾ മാറ്റിയെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ടെസ്റ്റിമോണി അല്ലെങ്കിൽ സാക്ഷ്യപത്രം തയ്യാറാക്കുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ടെസ്റ്റിമോണി തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, there should be an official handling over at the receiving facility between the transferring team and the receiving team, who include the doctors and nurse, different reports of clinical investigations and diagnostic studies should be transferred to the acquiring team. പിന്നെ എന്താണ് അവസാനമായിട്ട് എന്താണ്? there should be an official handling over at the receiving facility between transferring team and the receiving team. അവസാനം ഇതെല്ലാം ഡോക്യുമെന്റേഷൻസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ അവിടെ എത്തിയതിനു ശേഷം എന്താണ് നമ്മള് പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ട്രാൻസ്ഫറിംഗ് ടീം ആൻഡ് ദ റിസീവിംഗ് ടീം അല്ലെ. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ടീമും അത് റിസീവ് ചെയ്യുന്ന ടീമുമാണ് പേഷ്യന്റിനെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഇൻക്ലൂഡ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ് അല്ലെ. ആ ടീമിൽ ഉൾപ്പെടുന്നത് ഡോക്ടേഴ്സും നഴ്സുമായിരിക്കും പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത്. The different reports of clinical investigations and diagnostic studies should be transferred to the acquiring team. അങ്ങനെ ആ ഒരു സമയത്ത് ലാസ്റ്റ് സമയത്താണ് പേഷ്യന്റിന്റെ എല്ലാ റിപ്പോർട്ട്സുകളും ഇൻവെസ്റ്റിഗേഷൻസ് അടങ്ങുന്ന എല്ലാ പരിശോധനാ ഫലങ്ങളും ട്രീറ്റ്മെന്റ് എന്തൊക്കെ കൊടുത്തു എല്ലാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അക്വയറിംഗ് ടീമിലേക്ക് ഏത് ഫെസിലിറ്റീസിലെ ടീമിലാണോ മാറ്റുന്നത് അവർക്ക് കൈമാറുന്നതാണ് ഇത് അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ ഫെസിലിറ്റീസോടുകൂടി ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് അത് റിസീവ് ചെയ്യുന്നത് ആരാണ്? കൊണ്ടുപോകുന്ന ഫെസിലിറ്റിയിലുള്ള ടീമായിരിക്കും. അത് അവർക്കാണ് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, നഴ്സ് ഉണ്ടായിരിക്കാം. ആ ഒരു ടീമാണ് അത് റിസീവ് ചെയ്യുന്നത്, ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്. ഒപ്പം എന്താണ് ആ പേഷ്യന്റിന്റെ എല്ലാ ഡോക്യുമെന്റേഷൻസ് അടങ്ങുന്ന റിപ്പോർട്ട്സുകള് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സുകളെല്ലാം തന്നെ എന്താണ് ആ ഒരു റിസീവിംഗ് ടീമിനെ എത്തിച്ചതിന് ശേഷമാണ് ആ ഒരു ട്രാൻസ്ഫറിംഗ് ഓഫ് പേഷ്യന്റ് എന്നൊരു പ്രക്രിയ കംപ്ലീറ്റഡ് ആവുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് മനസ്സിലായോ? നമ്മൾ ആദ്യ ഭാഗം തുടങ്ങി പറയുകയാണെങ്കിൽ ഓരോ പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർഡ് ചെയ്തു, പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കി അതിന് ഫർദർ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഏതോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലാണ് ആളെ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിച്ചു. എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് കൂടെ ഉണ്ടാവണം തീരുമാനിച്ചു. എന്തൊക്കെ ഡ്രഗ്സുകൾ ഉൾപ്പെടണം, ഏത് ഫെസിലിറ്റീസിലാണ് ആളെ കൊണ്ടുവരേണ്ടത്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കൊണ്ടുവരണം, ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള സ്റ്റാഫുകളാണ് കൂടെ ഉണ്ടാവേണ്ടത്, ഏതൊക്കെ സ്റ്റേജസിലാണ് ഓരോ സ്റ്റാഫുകൾ ഉണ്ടാവേണ്ടത്, അതിനുശേഷം എന്താണ് ഏതൊക്കെ ഡ്രഗ്സ് ഉൾപ്പെടുത്തണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, പിന്നെന്തൊക്കെയാണ് equipments and drug monitoring. Then special consideration കൊടുക്കേണ്ട പേഷ്യൻസിനെ സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷനിലെ സർവീസസ് ഉപയോഗിച്ചിട്ട് വേണം മറ്റൊരു ഫെസിലിറ്റീസിലേക്ക് മാറ്റേണ്ടത്.
then ലാസ്റ്റ് എന്താണ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷനിൽ എന്താണ് ആ ഒരു ലീഗൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കും, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ലീഗൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിലൊരു കാര്യങ്ങളും തന്നെ ഒന്നും ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അധികാരം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു ഡോക്യുമെന്റ് പോലും എന്താണ് മിസ്സാവാനായിട്ട് പാടില്ല, എല്ലാം തന്നെ ആളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എല്ലാ റിപ്പോർട്ട്സുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമോണി, ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. ഇൻട്രാ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടി എന്താണ് ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റിനെ നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ സമ്മതം മൂലമാണ് നമ്മൾ മാറ്റിയതെന്നുള്ളൊരു ഒരു ഡിഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിമോണി സാക്ഷ്യപത്രം തയ്യാറാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യൻസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആർക്ക്? റിസീവിംഗ് ടീമിന്. റിസീവിംഗ് ടീമിൽ ഡോക്ടേഴ്സും നഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും. അവർക്കാണ് ലാസ്റ്റ് ഈ എല്ലാ റിപ്പോർട്ട്സുകളും, പേഷ്യന്റിന്റെ എല്ലാ ട്രീറ്റ്മെന്റ് അടക്കമുള്ള പ്രസന്റ് കണ്ടീഷൻ അടക്കമുള്ള എല്ലാ റിപ്പോർട്ട്സുകളും ട്രാൻസ്ഫർ ചെയ്തിട്ട് പേഷ്യന്റ് ട്രാൻസ്ഫർ എന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? യെസ്, ഡോക്യുമെന്റേഷൻ ഓക്കെ ആണോ? യെസ്, ഇപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞു. ലാസ്റ്റ് എന്താണോ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് നമ്മള് ഇൻഹേലെയും എക്സ്ഹേലെയും ചെയ്യുന്ന സമയമില്ലേ, ഇൻഹേൽ എന്ന് വെച്ചാൽ എന്താ ശ്വാസകത്തേക്ക് വരിക, എക്സ്ഹേൽ എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുക. ആ ഒരു റേഷ്യോ, ആ ഒരു വോളിയം, ആ വോളിയത്തിന്റെ അളവ് ചെക്ക് ചെയ്യുന്നതാണ് എന്താ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. വോളിയം ഓഫ് ഗ്യാസ് ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ വിത്ത് ഈച്ച് ബർത്ത്. ഓരോ ശ്വാസോച്ഛ്വാസത്തിലുണ്ടാവും ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സ്ഹേൽ ഉണ്ടാവുന്നുള്ള ആ ഒരു വോളിയം ചെക്ക് ചെയ്യുന്നതാണ് എന്ത് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ പിള്ളേരെ ഇത്? ഏത് ലാസ്റ്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് ആണോ? ഡോക്യുമെന്റേഷനിൽ ലാസ്റ്റ് പോയിന്റ് ആണോ? അതെ, നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ ഹാൻഡ്ലിംഗ് ഓവർ, ഒഫീഷ്യൽ ആയിട്ട് പേഷ്യന്റിനെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നതിന് ശേഷം എന്താണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആരുടെ കയ്യിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിസീവിംഗ് ടീമിൽ അല്ലെ? അതായത് ഹോസ്പിറ്റൽ ഏത് ഫെസിലിറ്റിയിലേക്കാണ് എത്തിച്ചേക്കണം അവർക്ക് നമ്മള് ആ പേഷ്യന്റിനെ കൈമാറുന്നു. കൈമാറുന്നത് ആരാണ്? സ്വീകരിക്കുന്നത് ആരാണ്? അവിടുത്തെ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സുമാരുമായിരിക്കും അത് ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ് ഡിഫറെന്റ് ടൈപ്സിലുള്ള റിപ്പോർട്ട്സുകൾ, ഡോക്യുമെന്റേഷൻസ് എല്ലാം തന്നെ എന്താണ് ആ ഒരു അക്യൂർ ആയിട്ടുള്ള ടീമിന്, ആ ഒരു നഴ്സിനും സ്റ്റാഫിനും എന്താണ് അത് നമ്മൾ കൊണ്ടുവന്ന ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവന്ന ആ ഒരു ടീം കൈമാറും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ട്രാൻസ്ഫറിംഗ് പ്രക്രിയ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ആയിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? അത്തനു ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗം ഞാനൊന്ന് പറയുകയാണ്, നോക്കി വെച്ചാൽ മതി കേട്ടോ. ഡെഫിനേഷൻ എന്തായാലും പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. പർപ്പസ് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനേഷന് പർപ്പസ് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. Then the patient
who are more likely to be, അതായത് എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, ബ്ലാക്ക് കൊറോണറി സിൻഡ്രോം, കാർഡിയാക് താമ്പോണിഡ്, ആ ഒരു ഭാഗം അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്, എക്സാം ആകുമ്പോഴേക്കും പറയാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞു പോണേനെ, അത് ഇമ്പോർട്ടന്റ് ആണ്. Then ഈ 4 levels accompanying the patients, 4 levels important ആണ്. Then equipment, drug and monitoring, അവിടം വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പഠിക്കുക, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ്. എക്യുപ്മെന്റ്, ഡ്രഗ് ആൻഡ് മോണിറ്ററിംഗ് ഉള്ള ഭാഗം പഠിക്കുക. Then ലെവൽസുകൾ, 4 ലെവലുകൾ നമ്മൾ പഠിച്ചില്ലേ, ആ 4 ലെവൽസുകൾ പഠിക്കുക. പിന്നെ എയർ ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ പേഷ്യൻസിലാണ്, ആ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കുക. Then pre-transfer stabilization, pre-transfer stabilization. Purpose, types, definition. Purpose, types, definition. Okay. Okay. Thank you.